Hi all, Assalamu alaikum. നമ്മൾ ഇന്നൊരു റൈസിന്റെ റെസിപ്പിയാണ് ട്ടോ ചെയ്യുന്നത്. മധുഹൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ള റൈസിന്റെ റെസിപ്പിയാണ് നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ മന്തിക്ക് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ള റൈസ് ഉണ്ടല്ലോ. അതാണ് ട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ 1 കിലോ റൈസ് ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കാം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം ഇട്ട് കൊടുക്കണം. 6-7 ഗ്രാമ്പു, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ കുരുമുളക് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ഏലക്ക അതുകൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതൊന്ന് അങ്ങ് വറുത്തെടുക്കണം. ഇതൊന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 സവോള ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞിട്ടുള്ളതാണ്. അതൊന്ന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 മീഡിയം സൈസ് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി പ്യൂരി ഒഴിച്ചു കൊടുക്കാം. അതായത് 2 തക്കാളി നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ളതാണ്. അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 മീഡിയം സൈസ് തക്കാളികളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഇതിലേക്ക് നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മാഗി ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉണക്ക നാരങ്ങ കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അറബിക് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂൺ അറബിക് മസാലയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ ചിക്കന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള അരി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള അരി നന്നായിട്ടൊന്ന് വെള്ളം വാലാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വെള്ളം വാർന്നതിന് ശേഷം നമ്മൾ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അരിയും ചിക്കനും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റോളം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അരിയും ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 5 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 9.5 കപ്പോളം വെള്ളമാണ് എടുത്തിട്ടുള്ളത്. സാധാരണയായി റൈസ് എടുക്കുന്നതിൻ്റെ ഇരട്ടിയായിട്ടാണ് വെള്ളം എടുക്കാറുള്ളത്. അപ്പോൾ ഇതിലേക്ക് അത്ര തന്നെ വെള്ളം ആവശ്യമായിട്ട് വരില്ല. കാരണം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടല്ലോ അരി. അതുകൊണ്ട് ഒരു 1/2 കപ്പ് കുറച്ചിട്ട് വെള്ളം വെച്ചാൽ മതി. അപ്പോൾ എത്രയാണോ നമ്മൾ അരി എടുക്കുന്നത് അതിന് ഇരട്ടിയിൽ നിന്നും കുറച്ച് വെള്ളം കുറച്ചിട്ട് വെക്കുക കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ഒന്ന് ഉപ്പ് ഇട്ട് കൊടുത്തതാണ്. കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തൊന്ന് ഇട്ട് കൊടുക്കുക. ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിച്ചെടുക്കുന്ന സമയത്ത് ഇത് തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്നങ്ങ് വേവിച്ചെടുത്താൽ മതി. പിന്നീട് നമ്മൾ ഇത് തുറന്നിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്ന് തുറന്ന് നോക്കിയാൽ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ടാവും. ഇപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്നങ്ങ് വേവിച്ചെടുക്കാം. 20 മിനിറ്റോളം ഒന്ന് വെച്ചാൽ മതി. ആ ഒരു സമയം കൊണ്ട് തന്നെ ഇതൊന്ന് വെന്ത് കിട്ടിക്കോളും.
ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കന് കണ്ടില്ലേ, ചോറൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ചൊരു വെള്ളം ഉണ്ട് കേട്ടോ. ഈ ഒരു വെള്ളം നമ്മൾ ഒന്നുകൂടി ഒന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡി ആവും. അങ്ങനെ ഇതാ നമ്മുടെ മധുഹൂത്ത് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ചോറൊക്കെ നന്നായിട്ട് വിട്ട് തന്നെ നിൽക്കുന്നത് ആ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല പാകത്തെ വേവിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ നമ്മുടെ മധുഹൂത്ത് റൈസ്. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. അതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. മന്തിയെ പോലെ തന്നെ അല്ലെങ്കിൽ നമ്മളുടെ കബ്സ റൈസിൻ്റെ ഒക്കെ ഏകദേശം രീതിയിൽ തന്നെയാണ് ഈ ഒരു മധുഹൂത്തും വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്